കൊല്ലം പുല്ലൂരിൽ കാർ താഴ്ചയിലേക്ക് പറഞ്ഞ അപകടത്തിൽ പുല്ലൂർ സ്വദേശി ഡോയ് മരിച്ചു. കേളൻകാവ് RPL മേഖലയിൽ ഹെലിപാഡ് ഭാഗത്തായിരുന്നു അപകടം. ഒരു പ്രതികരണം വിനോദിലേക്ക്. വൈകിട്ട് 7:30 കൂടി ഫയർഫോഴ്സ് അവിടെ വന്നിട്ട് ഹെലിപാഡ് കുന്ന് എവിടാന്ന് ചോദിച്ചു. ആ വഴിക്ക് ഞങ്ങളുടെ പറഞ്ഞ് വണ്ടി കൊക്കയിലോട്ടാണ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ഫയർഫോഴ്സിന്റെ കൂടെ പുറകെ പോവുകയാണ് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ 2 പേര് കൊക്കയിന്ന് കയറി വരുന്നത് കണ്ടു. അവരെ തന്നെ ഞങ്ങളുടെ കാറിൽ തന്നെ 2 പേരെ ആദ്യം ആശുപത്രിയിൽ എത്തിക്കും. അതിന്റെ പുറകെ തന്നെ ആംബുലൻസ് ഒക്കെ വന്ന് അതിനകത്ത് 2 പേരെ വേറെ 2 പുറകെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇവിടെ വന്ന പയ്യന്മാർ കണ്ടിട്ട് പറഞ്ഞാണ് ഫയർഫോഴ്സിനെ വിളിക്കുക ചെയ്തത്. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒരാളുടെ കല ഇച്ചിരി പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. സൂര്യഗായത്രി വിവരങ്ങളുമായി സൂര്യഗായത്രി, എപ്പോൾ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഇന്ന് വൈകിട്ട് 7 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇത് കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു എന്നുള്ള പ്രാഥമിക വിവരമാണ് പോലീസിന്റെ പക്കൽ നിന്ന് ലഭിക്കുന്നത്. പുനലൂർ സ്വദേശികളായ ജിഷ്ണു, റഫീഖ്, ഡോയ്, അനിൽ എന്നിവരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഡോയ് എന്ന് പറയുന്ന ആൾ ഈ അപകട സമയത്ത് സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ് അറിയുന്നത്. പുനലൂർ കേളങ്കാവ് RPL മേഖലയിലെ ഹെലിപ്പാഡ് ഭാഗത്ത് വെച്ചാണ് വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞത്. മറ്റ് 3 പേർക്ക് വലിയ തരത്തിലുള്ള പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 3 പേരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരു വളവ് തിരിഞ്ഞു വരുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞെന്നുള്ള പ്രാഥമിക വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും മരണകാരണം എന്താണെന്നത് സംബന്ധിച്ച് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ആരെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ തെരച്ചിലിൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 4 പേർ മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അവധി ദിവസം ആഘോഷിക്കാൻ എത്തിയ യുവാക്കൾക്കാണ് ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചിരിക്കുന്നത്. കാർ താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം. ഒരു യുവാവിന് ജീവൻ നഷ്ടമായിട്ടുണ്ട്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ചികിത്സയിലാണ്. സൂര്യഗായത്രിയാണ് കൊല്ലത്തുനിന്ന് വാർത്താ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.